ഒരു രീതിയിൽ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങ പിഴിഞ്ഞുണ്ടാക്കുന്ന നാരങ്ങ വെള്ളം നിങ്ങൾ ഇഷ്ടപ്പെടുകയേയില്ല. അപ്പോൾ ഗസ്റ്റൊക്കെ വീട്ടിലെത്തിയതിന് ശേഷം നിങ്ങൾ ഈ രീതിയിൽ പെട്ടെന്നൊന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതവർ കുടിക്കുമ്പോൾ തന്നെ അവരുടെ സംതൃപ്തി നിങ്ങൾക്ക് അവരുടെ മുഖത്ത് കാണാൻ കഴിയും. വീട്ടിൽ വരുന്ന വിരുന്നുകാരെ വളരെ സിമ്പിളായിട്ട് ഒരു ഉഗ്രം നാരങ്ങ വെള്ളം കൊടുത്ത് ഒന്ന് ഞെട്ടിച്ചാലോ. നാരങ്ങ വെള്ളം വേറെ ലെവലല്ല, അതുക്കും മേലെ. ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 ചെറിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്കായ, 2 ചെറിയ കഷ്ണം ഇഞ്ചി. നാരങ്ങകൾ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞെട്ടി ഭാഗവും അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗവും. അപ്പോൾ ഈ ഇതിൻ്റെ ഓപ്പോസിറ്റ് പ്ലെയിനിൽ വെച്ച് റൗണ്ടിൽ വേണം നമുക്ക് മുറിച്ചെടുക്കാനായിട്ട്. ഇതറിയാത്ത കുട്ടികളുണ്ടാവും, അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഈ രീതിയിൽ മുറിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ നീര് കറക്റ്റായിട്ട് നമുക്ക് പിഴിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളിത് പിഴിയുന്നില്ല, പകരം നമ്മളിതിൻ്റെ കുരുക്കൾ കളഞ്ഞിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ നാരങ്ങയുടെ സീഡ്സ് എല്ലാം ഇതുപോലെ നീക്കം ചെയ്യുന്നുണ്ട്. ഈ സീഡ്സോട് കൂടെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഭയങ്കരമായിട്ട് കനച്ച് പോവും. അപ്പോൾ കുരു നീക്കം ചെയ്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നാരങ്ങ മുഴുവനായി തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് ജാറിലിട്ട് കറക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതിൻ്റെ ഫ്ലേവർ ഇറങ്ങി വരും. അപ്പോൾ അതൊന്ന് ബാലൻസ് ആക്കാനായിട്ട് നമുക്ക് കുറച്ച് മധുരം കൂടുതൽ ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലത്തെ 2 വലിയ ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ 425 ml വെള്ളം കൊള്ളും. അത്രയും വലിയ ഗ്ലാസ്സാണ്. അപ്പോൾ ഏകദേശം 4 പേർക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 4 പുതിനയുടെ ഇലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചേർത്താണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതായത് ജാറിൽ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിക്കണം. നാരങ്ങ വെള്ളം നല്ല ഫ്ലേവറൊക്കെ ഇറങ്ങി നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ, നമ്മുടെ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഐസൊന്നും ചേർക്കുന്നില്ല, മക്കൾക്ക് കൊടുക്കുന്നത് കൊണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ജ്യൂസ് റെഡിയാക്കുമ്പോൾ അപ്പം തന്നെ കുടിക്കണം, അധികം നേരം എടുത്തു വയ്ക്കാൻ പറ്റില്ല. ഇരിക്കും തോറും ഇത് കനച്ച് പോവും. ഓക്കേ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ ലിഡിയ സാജൻ ഫ്രം സ്റ്റാർ ഫാമിലി. താങ്ക് യു.